Dear students, we are discussed about general characteristic properties of transition elements. One more property we want to discuss, that is electrode potential. That is the last property of this transition elements. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? ഓക്സിഡേഷൻ പൊട്ടൻഷ്യലിൻ്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെയും കൂടി സമ്മിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രധാനമായിട്ടും 3 ഫാക്ടേഴ്സിനെയാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അയണൈസേഷൻ എൻതാൽപ്പി, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ, തേർഡ് ഫാക്ടർ എന്ന് പറയുന്നത് എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ. These are the factors which depends upon the value of standard electrode potential. അതിൽ തന്നെ അയണൈസേഷൻ എൻതാൽപ്പി നമ്മൾ ഓൾറെഡി പല സ്ഥലത്തും പഠിച്ചതാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ദി ഔട്ടർ മോസ്റ്റ് ഷെൽ, അല്ലേ? അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കഷൻ്റെ ആവശ്യമില്ല. ദെൻ സെക്കൻഡ് വൺ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷനാണ്. ഈ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ എന്ന് പറയുന്നത് ദറ്റ് ഈസ് എനർജി ചേഞ്ച് വെൻ എ കോമ്പൗണ്ട് ബ്രേക്ക് ഡൗൺ ഇൻ ടു എ നമ്പർ ഓഫ് കമ്പോണൻസ്. ഒരു കോമ്പൗണ്ട് നമ്പർ ഓഫ് കമ്പോണൻസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആ എനർജി ചേഞ്ച്, അതാണ് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മൂന്നാമത്തതെന്ന് പറയുന്നത് എന്താണ്? എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷനാണ്. എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം എസ് ബ്ലോക്ക് എലമെൻസിൻ്റെ ഒക്കെ അകത്ത് പഠിച്ചിട്ടുള്ളതാണ് എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ. അപ്പോൾ അതിൽ എന്താണ് എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ? എനർജി റിലീസ്ഡ് വെൻ എ ന്യൂ ബോണ്ട് ഈസ് ഫോംഡ് ബിറ്റ്വീൻ മെറ്റൽ ആൻഡ് വാട്ടർ. മെറ്റലും വാട്ടറും തമ്മിൽ ഫോം ചെയ്യുന്ന ആ ന്യൂ ബോണ്ട്, അല്ലെങ്കിൽ ആ ബോണ്ട് ഫോം ചെയ്യുമ്പം അവിടെ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയാണ് എന്തെന്ന് പറയുക? എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ അങ്ങനെയാണ് പറയാനായിട്ട് സാധിക്കുക. ഇനി അതിൽ തന്നെ ആ രണ്ടാമത്തെ ഫാക്ടറായിട്ടുള്ള എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ നമ്മൾ ഫസ്റ്റ് കാണാൻ പോവുക. ആ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസിനെയാണ്. അപ്പം ദ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ. അപ്പോൾ എന്തായിരിക്കും? നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ഇൻക്രീസസ്, ദർ വിൽ ബി സ്ട്രോങ് inter-atomic interaction, that is strong metallic bonding. അപ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺ, നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ഇൻക്രീസ് ചെയ്യുമ്പം അവിടെ ഇൻട്രാക്ഷൻ സ്ട്രോങ് ആകും. അതുപോലെ തന്നെ എന്തായിരിക്കും? അവിടുത്തെ ബോണ്ടിങ്, മെറ്റാലിക് ബോണ്ടിങ്ങും സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ഈ ഫോർ ട്രാൻസിഷൻ എലമെൻസിൻ്റെ കേസിൽ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ ഹൈ ആണ്, അല്ലേ? കാരണം എന്താ? അതിന് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്, എല്ലാത്തിൻ്റെ കേസിൽ തന്നെ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ പറഞ്ഞു സ്ട്രോങ് മെറ്റാലിക് ബോണ്ടിങ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ സ്ട്രോങ് മെറ്റാലിക് ബോണ്ടിങ് ആയതുകൊണ്ട് തന്നെ എന്താണ്? ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി അവിടെ നിന്ന് അത് സ്ട്രോങ് ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുമ്പം ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി ഓർ എൻതാൽപ്പി ചേഞ്ച് അവിടെ ഉണ്ടാകും. അതുകൊണ്ട് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ്റെ വാല്യൂ ഹൈ ആയിരിക്കും. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഫാക്ടേഴ്സൊക്കെ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നത്, അതാണ് നമ്മളിനി കാണാൻ പോവുക. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഒരു മെറ്റൽ, സപ്പോസ് ആ മെറ്റൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന എം വെച്ചിട്ടാണ്. ആ എം പ്ലസ് ആയിട്ട് മാറുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ നടക്കണമെങ്കിൽ ദർ വിൽ ബി എനർജി ചേഞ്ച് ഒക്കേഴ്സ്, അല്ലേ? ആ ഒരു എമ്മിൽ നിന്നും എം പ്ലസ്സിലേക്ക് മാറണമെങ്കിൽ അവിടെ ഒരു മസ്റ്റായിട്ടും അവിടെ ഒരു എനർജി ചേഞ്ച് നടന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് അല്ലെങ്കിൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് ഏതിൻ്റെയൊക്കെ സമ്മാണ്? എൻതാൽപ്പി ഓഫ് അയണൈസേഷൻ പ്ലസ് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ
പ്ലസ് എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ. അപ്പോൾ അവിടെ ഓർക്കേണ്ട കാര്യം, ഈ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ചിൻ ആ വാല്യൂ സ്മോൾ ആണ് എങ്കിൽ, ഇഫ് ദാറ്റ് വാല്യൂ ഈസ് എ സ്മോൾ വാല്യൂ, ദാറ്റ് ഇൻഡിക്കേറ്റ്സ് that particular oxidation state is extremely stable in the aqueous solution. അപ്പോൾ ആ വാല്യൂ, ടോട്ടൽ എൻതാൽപ്പി ചേഞ്ചിൻ്റെ ആ വാല്യൂ സ്മോൾ ആണ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ആ പർട്ടിക്കുലർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സ്ട്രീംലി സ്റ്റേബിൾ ആയിരിക്കും അക്വസ് സൊല്യൂഷനിൽ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ Mn, മാംഗനീസിൻ്റെ കേസ്, മാംഗനീസ് Mn2+ ആയി എന്ന് വിചാരിക്കാം. അപ്പോൾ ആ വാല്യൂ, ടോട്ടൽ എൻതാൽപ്പി ചേഞ്ചിൻ്റെ വാല്യൂ സ്മോൾ വാല്യൂ ആണ്. അങ്ങനെയെങ്കിൽ ആ +2, മാംഗനീസിൻ്റെ ആ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹൈലി സ്റ്റേബിൾ ആയിരിക്കും കറസ്പോണ്ടിങ് അക്വസ് സൊല്യൂഷനിൽ. അപ്പോൾ അതാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ. ഇനി നമ്മൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും എൻതാൽപ്പി ചേഞ്ചും തമ്മിൽ എന്താണ് ഒരു റിലേഷൻ ഉള്ളത്? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈസ് ദി മെഷർ ഓഫ് ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച്. അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് അതിൻ്റെ ട്രെൻഡ്സ്, അതായത് ട്രെൻഡ്സ് ഇൻ ദി M2+ M കപ്പിൾ, അതിൻ്റെ കേസും രണ്ടാമത്തെ ട്രെൻഡ്സ് ഓഫ് M3+ M2+ കപ്പിളിൻ്റെ കേസുമാണ് ഇനി നമ്മൾ അതിൻ്റെ അകത്ത് നോക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് M2+ M കപ്പിളിൻ്റെ കേസാണ്. അതായത് നമുക്ക് ആ M2+/M കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത് M2+ൽ നിന്നും എമ്മിലേക്ക് മാറുന്നു, മെറ്റൽ 2+ അയോണിൽ നിന്നും മെറ്റലായിട്ട് മാറുന്ന ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. എന്ന് പറഞ്ഞാൽ 2+ ചേഞ്ചസ് ടു 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അല്ലെങ്കിൽ അവിടെ ഏതാണ് സംഭവിക്കുക? 2+ 0 ആകുക എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? റിഡക്ഷനാണ് സംഭവിക്കുക, അല്ലേ? അപ്പോൾ M2+ൽ നിന്നും എമ്മിലേക്ക് മാറുമ്പോൾ അവിടെ റെഡ്യൂസ് ചെയ്യപ്പെട്ടു എന്നാണ് പറയുക, മെറ്റൽ റെഡ്യൂസ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. 3D സീരീസിൽ കോപ്പർ ഒഴികെയുള്ള ബാക്കി എലമെൻറ്റ്സ്, അതായത് സ്കാൻഡിയം മുതൽ സിങ്ക് വരെയുള്ള ബാക്കിയുള്ള എലമെൻറ്റ്സ് നെഗറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ആണ് കാണിക്കുക. അതേസമയം കോപ്പർ എക്സിബിറ്റ് പോസിറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ. അപ്പോൾ അതിനുള്ള റീസൺ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് അങ്ങനെ കോപ്പർ മാത്രം പോസിറ്റീവ് വാല്യൂ തരുന്നത്, അത് ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ റീസൺ പറയുമ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി മെഷർ ഓഫ് ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച്. അപ്പോൾ കോപ്പർ 2+ അയോണായിട്ട് ചേഞ്ച് ചെയ്യുമ്പം ലാർജ് എമൗണ്ട് ഓഫ് എനർജി ചേഞ്ചാണ് അവിടെ നടക്കുക. അപ്പം നമ്മൾ പറഞ്ഞു, ഹൈ എനർജി ടു ട്രാൻസ്ഫോം കോപ്പർ ടു കോപ്പർ 2+ ഈസ് നോട്ട് ബാലൻസ്ഡ് ബൈ ഇറ്റ്സ് hydration enthalpy and its ionization enthalpy. So copper does not easily react with acids and liberate hydrogen. Only oxidizing acids like HNO3 and hot concentrated sulfuric acid only react with copper and the acid get reduced. ദെൻ അതിൻ്റെ അകത്ത് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ നെഗറ്റീവാണ് എങ്കിൽ, ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിന് നെഗറ്റീവാണ് എങ്കിൽ, ദാറ്റ് സബ്സ്റ്റൻസ് വിൽ ബി എ സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റ്. അതുപോലെ തന്നെ ദ സബ്സ്റ്റൻസ് അണ്ടർഗോ ഓക്സിഡേഷൻ.
അപ്പോൾ ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ, ഒരു സബ്സ്റ്റൻസിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ നെഗറ്റീവാണ് എങ്കിൽ ആ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു റിഡോക്സ് റിയാക്ഷനിൽ ആ സബ്സ്റ്റൻസ് ഓക്സിഡേഷനായിരിക്കും വിധേയമാവുക. അതുപോലെ തന്നെ ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ, ഇഫ് ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ഈസ് positive, the substance will be a strong oxidizing agent, and also the substance undergo reduction. ഓക്കെ, അപ്പോൾ ആ 2 പോയിൻറ്റ്സ് പ്രധാനപ്പെട്ട 2 പോയിൻറ്റ്സാണ്, അതൊന്ന് ഓർത്തിരിക്കണം. നമുക്ക് പ്രോബ്ലംസൊക്കെ ചെയ്യുമ്പം നമുക്ക് ആവശ്യം വരുന്നതാണ്. നെക്സ്റ്റ് അതിൻ്റെ അകത്ത് ട്രെൻഡ്സ് ഓഫ് M3+ M2+ കപ്പിളിൻ്റെ കേസാണ് നമ്മൾ കാണാനായിട്ട് പോവുക. അതിൽ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സ്കാൻഡിയം 3+2 സ്കാൻഡിയം 2+ എക്സിബിറ്റ് ലോ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ വൈ? ദറ്റ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ സ്കാൻഡിയം 2+ൻ്റെ കേസ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്താൽ, സ്കാൻഡിയത്തിൻ്റെ ആ ഒരു സ്കാൻഡിയം 2+ൻ്റെ ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ 3D1 ആണ് നമുക്ക് കിട്ടുക. അതുപോലെ സ്കാൻഡിയം 3+ൻ്റെ കേസിൽ 3D0 ആണ്. അപ്പോൾ 3D0 എന്ന് പറയുന്ന, അല്ലെങ്കിൽ സ്കാൻഡിയം 3+ൻ്റെ ആ ഒരു കോൺഫിഗറേഷൻ നമ്മൾ നോക്കിയാൽ നോബിൾ ഗ്യാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് അത് അറ്റൈൻ ചെയ്യുന്നത്. 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ സ്കാൻഡിയം നോബിൾ ഗ്യാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കറിയാം നോബിൾ ഗ്യാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പം that electronic configuration is more stable, extremely stable, right? Therefore scandium 3+ is extremely stable. It do not have the tendency to become +3 oxidation state or transformation. That is not possible here. അതായത് +3 ആണ് മോർ സ്റ്റേബിൾ. അപ്പോൾ +3യിൽ നിന്നും +2ലേക്കുള്ള ആ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ, അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സ്കാൻഡിയം 3+ൽ നിന്നും സ്കാൻഡിയം 2+ലേക്കുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷന് ലോ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ആണ് എന്ന് പറയാനായിട്ടുള്ള കാരണം. ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് സ്റ്റേബിൾ ആണ് എങ്കിൽ ആ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിരിക്കും ആ മെറ്റൽ അയോൺ അല്ലെങ്കിൽ ആ കറസ്പോണ്ടിങ് സബ്സ്റ്റൻസ് ശ്രമിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ ആണ് മാംഗനീസിൻ്റെയും സിങ്കിൻ്റെയും കേസിൽ. എലമെൻറ്റ്സ് ലൈക്ക് മാംഗനീസ് ആൻഡ് സിങ്ക് എക്സിബിറ്റ് ഹൈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ വൈ എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. ഇപ്പോൾ മാംഗനീസിൻ്റെ കേസ് എടുത്താൽ മാംഗനീസ് 3+, മാംഗനീസ് 2+, ആ ഒരു കമ്പാരിസൺ ആണ് നമ്മളിവിടെ പറയുക. അപ്പോൾ മാംഗനീസ് 3+ൻ്റെ കേസിൽ കോൺഫിഗറേഷൻ വരുന്നത് 3D4 ആണ്. മാംഗനീസ് 2+ൻ്റെ കേസിൽ 3D5 ആണ് കോൺഫിഗറേഷൻ വരിക. അപ്പോൾ വിച്ച് വൺ ഈസ് മോർ സ്റ്റേബിൾ? Mn2+. മാംഗനീസ് 2+ ആണ് ഹൈലി സ്റ്റേബിൾ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഓൾറെഡി സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ ആ ട്രാൻസ്ഫോർമേഷൻ ബിക്കം ഫാസ്റ്റ്, അല്ലേ? 3+ൽ നിന്നും 2+ലേക്കുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫാസ്റ്ററായിട്ട് നടക്കും. അപ്പോൾ അതെന്തിനാണ്? സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് അവിടെ ഹൈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ വരാനുള്ള കാരണം. അതുപോലെ തന്നെയാണ് സെയിം കേസ് തന്നെയാണ് സിങ്കിൻ്റെയും കേസിൽ വരിക. ഇനി വേറൊരെണ്ണം അതിൻ്റെ അകത്ത് വരുന്നത് Fe3+ഉം Fe2+ൻ്റെയും കൂടി ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ലോ ആണ്. അതിനുള്ള റീസൺ എന്താണെന്നാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ Fe3+ൻ്റെ കേസിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 3D5 ആണ്. Fe2+ൻ്റെ കേസിൽ 3D6 ആണ്. അപ്പോൾ Fe3+ അറിയാലോ ഹാഫ് ഫിൽഡ് ആണ്. അതുകൊണ്ട് തന്നെ Fe3+ സ്റ്റേബിൾ ആണ്. Therefore Fe3+ does not want to change its stable oxidation state. ഓക്കെ, അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് എപ്പോഴും മാറി മാറി ചോദിച്ച് കാണാറുള്ളതാണ്, അതും പഠിക്കേണ്ടതാണ്. പിന്നെ ടെക്സ്റ്റിൽ എക്സാമ്പിൾസ് ബോക്സിൽ 2-3 എക്സാമ്പിൾസ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതൊന്ന് റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റിൽ ചോദിച്ചാൽ പറയുന്നതായിരിക്കും.